ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പനീറാണ്. പശുവിൻ പാൽ 1 ലിറ്റർ വെച്ചിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് തണുക്കാനായിട്ട്. അതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ സ്റ്റൗ ടോപ്പിൽ പാൽ ഒഴിച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിള വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ വലിയ കണ്ണുള്ള അരിപ്പയിൽ ഒരു തുണി, വെള്ള തുണി നനച്ച് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് വെക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നാരങ്ങയുടെ ഓവർ പുളി ഈ പനീറിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പാലിത തിളച്ച് തുടങ്ങുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പാല്. സ്റ്റൗ സിമ്മിൽ വെക്കണം. വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പനീർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചില പനീർ വീട്ടിലുണ്ടാക്കുന്നത് റബ്ബർ പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. പാല് മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാരങ്ങ വെള്ളം മിശ്രിതം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറുതായിട്ട് പാലൊന്ന് പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത് പോരാ. കുറച്ചുകൂടെ നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, വെള്ളം പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് പനീറായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് പാത്രം സ്റ്റൗവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അരിപ്പയിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ലതാണ് കേട്ടോ, ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കാൻ നല്ലതാണ്, വേവ് വാട്ടർ. പക്ഷേ എനിക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് കളയുവാണ്. എന്നിട്ട് ടാപ്പ് തുറന്നിട്ട് നന്നായിട്ട് അരിപ്പയോടുകൂടി തന്നെ പനീർ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തോർത്തിയെടുക്കണം. പനീറിലേക്ക് നാരങ്ങ ജ്യൂസിൻ്റെ ആ പുളി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് സ്പാറ്റില വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് 10 മിനിറ്റ് അരിപ്പിൽ തന്നെ വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പനീർ പതുക്കെ എടുക്കാം. പനീർ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ആ തുണിയോടുകൂടി തന്നെ മടക്കി വെയിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. തുണി നന്നായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൻ്റെ പുറത്ത് തന്നെ വേറൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് ഇത് വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു കുഞ്ഞു പ്ലേറ്റ് നേരെ വെച്ച് കൊടുത്തിട്ട് അതിൽ നന്നായിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഓബ്ജക്റ്റ് വെക്കാം. ഞാനിപ്പോൾ ഇടികല്ലാണ് വെക്കുന്നത്. കണ്ടോ, കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, ബാക്കി വരുന്ന വെള്ളം. ഇതിങ്ങനെ 1 മണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് മാറ്റി നോക്കുവാണ്. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഉടനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ട് കട്ട് ചെയ്യാം. അതല്ല പിന്നെ മതി എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പനീർ കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ടെന്ന്.
കണ്ടോ, കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. രാത്രിയിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പശുവിൻ പാലാണ് ഒന്നാമത്തത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യുന്നില്ല. നല്ല സൂപ്പർ പനീർ. കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നല്ല പനീർ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.